കഴിഞ്ഞായിരുന്നോ? പുള്ളി എവിടെയാണ് താമസിക്കുന്നതൊക്കെ? ആള് വർക്ക് ദുബൈയിലാണ്. എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മാരേജ് ചെയ്തത് ഞങ്ങള് കണ്ണൂര്. ഹസ്ബൻഡ് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ എന്റെ ചാനൽ ഇതുവരെ ഇട്ടിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സുജന. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഷാജിനെ കുറിച്ചാണ്. ഒട്ടുമിക്ക ആളുകൾക്കും അറിഞ്ഞിട്ടുണ്ടാവും. ഒരാഴ്ചയായി യൂട്യൂബിൽ മൊത്തം നിൽക്കുന്നത് ഷാജിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഞാനും ഇടയ്ക്ക് ഷാജി എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ട്രോൾ വീഡിയോസ്, ഇൻ്റർവ്യൂസ് അങ്ങനെയൊക്കെ ഞാൻ ഈ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് വീഡിയോസൊന്നും കാണുമോ, ഓഫ്ലൈൻ കാണുമോ, എന്താ കാര്യം എന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഒരുപാട് റിയാക്ഷൻ വീഡിയോസൊക്കെ ഇപ്പം നമ്മുടെ ഹെലോണോസ് പാർട്ടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേരടിച്ചു കൊടുത്ത് ഷാജിൻ്റെ 2 വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇൻ്റർവ്യൂസും കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച കണ്ടന്റ് കൊണ്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം പറയാലോ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? കാരണം ആ വീഡിയോ കണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോവും. ഒരു 3-4 വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് സത്യം പറഞ്ഞാൽ കിളി പോയ അവസ്ഥയിലായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിന് മാറ്റി പറയും. എന്താ ആൾക്ക് തന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എന്തൊക്കെയോ നോണ പറയുന്നത് പോലെയൊക്കെയാണ് കേട്ടോ എനിക്കതിൽ തോന്നിയത്. അപ്പോൾ മെയിനായിട്ട് ഞാനതിൽ എനിക്ക് കണ്ടു തോന്നിയ 2-3 കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് കണ്ട ഒരു ഇൻ്റർവ്യൂവിൽ ഷാജി പറയുന്നുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഓക്കെ, എൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു 26 വയസ്സുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചത്. കണ്ണൂർ പോയിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞത്. വീട്ടിലെല്ലാവർക്കും അറിയാം, ഗൾഫുകാരനാണ്. മൊബൈൽ ഷോപ്പിൽ എന്തോ ജോലിയാണ്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആളെന്തോ കുറച്ച് ദിവസത്തെ ലീവിന് വന്നപ്പോഴാണ് കണ്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ്. അതുപോലെ തന്നെ വയനാടോ സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്ക് ആവശ്യത്തിനുള്ള പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ആളുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കല്യാണത്തിന്റെ ശേഷം കല്യാണം കഴിഞ്ഞായിരുന്നോ? പുള്ളി എവിടെയാണ് താമസിക്കുന്നതൊക്കെ? ആള് വർക്ക് ദുബൈയിലാണ്. അപ്പം ഇത്തായി ദുബായിലോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല അല്ലേ? അപ്പം വിവാഹത്തിന് ആദ്യമേ ഒരു പ്രായം കുറഞ്ഞ ആളാന്ന് കേട്ടു, സത്യമാണോ? എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? 26. പുള്ളിയുടെ പേരെന്താണ്? പേരൊന്നും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഒന്ന് പറയാവോ? സീക്രട്ട് ആയിട്ട് വെച്ചേക്കാം. പുള്ളിക്ക് എന്താ ജോലി? ഷോപ്പാണ്, മൊബൈൽ ഷോപ്പാണല്ലേ? നാട്ടിലാണോ അതോ പുറത്താണ്? വെച്ചിട്ടായിരുന്നു മാരേജ് ചെയ്തത്? മാരേജ് ചെയ്തത് ഞങ്ങള് കണ്ണൂരായിരുന്നല്ലേ? പുള്ളിയുടെ ജമാത്തിൽ തന്നെ വെച്ചിട്ടായിരുന്നല്ലേ? കണ്ണൂര് അവരുടെ ജമാത്തല്ല, അവരുടെ നാട് അവിടെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫുള്ളായിട്ട് കണ്ടു. ഓക്കെ, ഇതൊക്കെ കണ്ടപ്പോൾ ഇവർ തമ്മിൽ എന്തോ 4 മാസത്തെ പരിചയം എന്തോ മറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫോണിലൂടെ ഒരു ഇൻസ്റ്റഗ്രാമോ യൂട്യൂബിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത്. അപ്പോൾ ആൾ ചതിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നത് ചതിക്കില്ല, അപ്പോൾ വേറെ കല്യാണം കഴിച്ചാലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, ഇത് പറയുന്നുണ്ട്. പിന്നെ ഒരിക്കൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഒരിക്കൽ ചോദിച്ചപ്പോൾ ആൾ പറയണം കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. കാരണം എൻ്റെ ഒരു തെളിവുണ്ട്, എന്നെ കല്യാണം കഴിച്ചില്ല, അപ്പം ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ 4-5 കുട്ടികളുണ്ട്, അവർക്കൊക്കെ ഞാൻ സെക്കൻഡ് മാരേജ് കഴിക്കുന്നതിന് ഓക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരുടെ ഹസ്ബൻഡ് കുറച്ച് കാലം മുമ്പ് മരിച്ചതാണ്. അപ്പോൾ ഇവർക്ക് 5 കുട്ടികളുണ്ട്. അപ്പോൾ ഇവർ സെക്കൻഡ് മാരേജ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ആളിനൊക്കെ കിട്ടുകയാണെങ്കിൽ കല്യാണം കഴിക്കുന്നുള്ള രീതിയിൽ. അതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വീഡിയോയിൽ വരുന്നത്. അതിൽ അവർ മഹർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മഹർ കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്ന ആ ഒരു ഇൻ്റർവ്യൂവിലും അതൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ അടുത്ത ഇൻ്റർവ്യൂ കാണാൻ പോയപ്പോഴാണ് ആൾ പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേര് ഇപ്പോൾ കല്യാണം കഴിക്കാൻ രണ്ടാമത് കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത്. ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ചോദിക്കും ചെയിന് മെഹർ ഇതൊക്കെ എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടതാണ്. ഒരു ഇൻ്റർവ്യൂവിൽ മൊത്തമായിട്ടും ആ ഒരു കല്യാണത്തിനെ കുറിച്ചാണ് ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസമാകുമ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു മുമ്പ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഫുൾ ഉഡായിപ്പ് നോണ പറഞ്ഞ ആ ഒരു ഇൻ്റർവ്യൂ ഒരു പാർട്ട് ഇൻ്റർവ്യൂവിന് കഴിച്ചിട്ടുണ്ട് ആൾ. അപ്പോൾ ഓക്കെ, സത്യം പറഞ്ഞ ഈ ഒരു ആളുടെ വീഡിയോ കാണുന്നത് ഷാജിൻ്റെ വീഡിയോ ആൾക്കാരെ പൊട്ടന്മാരാക്കണ പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്.
ഒരു ദിവസം പറയും കല്യാണം കഴിഞ്ഞു, അതുപോലെ തന്നെ മഹർ കാണിക്കുന്നു, വീട്ടുകാർക്ക് അറിയും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. പിറ്റേ ദിവസം പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടില്ല, ശല്യം കാരണം ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി ഞാനത് ചെയ്തതാണ്. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേറെ എന്തൊക്കെ വഴികളുണ്ട്. ഓരോരുത്തർ വിളിക്കുകയാണെങ്കിൽ നമ്പർ മാറ്റാം, ബ്ലോക്ക് ചെയ്യാം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. ഇത്രയും ബുദ്ധിയുള്ള ഷാജിക്ക് ആ ബുദ്ധിയൊന്നും തോന്നിയില്ല. നേരെ യൂട്യൂബിൽ വന്നിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ വീഡിയോക്ക് ഫുൾ റീച്ചായി. അങ്ങനെ ആ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതാണ് ഷാജിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇടൽ. ഓക്കെ, അതും പോരാണ്ട് ഇപ്പം ഈ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഒരു 26 വയസ്സായിട്ടുള്ള ഒരു ചെക്കൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെക്കൻ്റെ ജീവിതം ഇല്ലാതാക്കിയപ്പോൾ സമാധാനമായി, അങ്ങനെ വേണം പറയാൻ. കാര്യം ആള് എവിടെയും വന്ന് പേര് പറയുന്നില്ല, എന്നാലാണോ പേര് പറയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം. ആളുടെ പേരും കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും കള്ളാണെന്നേ പറയത്തുള്ളൂ. ഞാൻ പറയട്ടെ, അവന്റെ പേര് എല്ലാവരും, അവന്റെ പേര് ഷറഫ് അലി എന്നാണ്, അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൻ എനിക്ക്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട ഒരുവിധം ആളുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്നലെ നടന്ന വീഡിയോയിൽ ഞാൻ സ്വയം പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ അവിടെ പോയി കല്യാണം കഴിച്ചു. പിറ്റേ ദിവസത്തെ അതേ ഇൻ്റർവ്യൂവിൽ പറയാണ് ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ കല്യാണം കഴിച്ചു എന്ന് ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. എന്താണിത്? ഈ രജിസ്റ്റർ കഴിഞ്ഞത് ഞാൻ ആരോ പറഞ്ഞിട്ടുണ്ടാക്കി, അത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കാണുന്നവര് പൊട്ടന്മാരൊക്കെ ഇതാണ്. എന്തായാലും ഒരു 3-4 ഇന്റർവ്യൂ കണ്ടിരുന്ന സമ്മതിക്കണം. അങ്ങനെ ഒരു ഇന്റർവ്യൂ, ഇങ്ങനെ ഒരു ടോപ്പിക് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. പറയാം, നുണ പറയാം, തെളിവൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് നുണ പറയാം. ഇന്നലെ കണ്ട കാര്യം, ഇന്നലെ അവർ തന്നെ പറഞ്ഞൊരു കാര്യത്തിന് ഇന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യം, അത് സമ്മതിക്കാൻ വേണം.